മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എസെൻഷ്യൽ എലമെന്റ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻസും ഫങ്ഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് നോക്കാം. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബയോകെമിസ്ട്രി ഓഫ് അയൺ. അയണിന്റെ ബയോകെമിസ്ട്രിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് അയൺ ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ഫസ്റ്റ്, അയൺ ആക്ട് ആസ് ആൻ ഓക്സിജൻ കാരിയർ ഇൻ ബ്ലഡ്. ബ്ലഡില് ഓക്സിജൻ കാരിയർ ആയിട്ട് അയൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ ഓക്സിജൻ സ്റ്റോറേജ് ഇൻ മസിൽ ടിഷ്യൂസ്, മയോഗ്ലോബിൻ. മസിൽ ടിഷ്യൂസിൽ ഓക്സിജൻ സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അയൺ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ മോളിക്യൂളിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. അതാണ് എന്ത്, മസിൽ ടിഷ്യൂസിൽ ഓക്സിജൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആസ് എൻ ഇലക്ട്രോൺ കാരിയർ ഇൻ പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ബാക്ടീരിയ. പ്ലാന്റ്സിലും അനിമൽസിലും ബാക്ടീരിയയിലൊക്കെ ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആസ് നൈട്രോജനേസ്, ദി എൻസൈം ഇൻ ഡൈനൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ. നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയയിൽ അടങ്ങിയിട്ടില്ല നൈട്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമില് അയൺ ഉണ്ട്. ആസ് എ പാർട്ട് ഓഫ് നമ്പർ ഓഫ് അതർ എൻസൈംസ് ലൈക്ക് ആൽഡിഹൈഡ് ഓക്സിഡേസ്, കാറ്റലേസ്, പെറോക്സിഡേസ് ആൻഡ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്. ഓക്സിഡേസ്, കാറ്റലേസ്, പെറോക്സിഡേസ്, സക്സിനിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് എൻസൈമിന്റെ ഒക്കെ ഭാഗമായിട്ടും അയണ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഹീമോഗ്ലോബിന്റെയും മയോഗ്ലോബിന്റെയും സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെയാണ് ഇനി പറയാനുള്ളത്. Porphyrins are derivatives of porphin in which 4 pyrrole units are linked by 4 methane bridges. Porphyrins differ in the arrangement of substituents around the periphery of porphin. In heme, the inner hydrogen of porphin have been replaced by Fe2 plus ion, while in chlorophyll they are replaced by Mg2 plus. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അതില് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഹീം പ്രോട്ടീൻ വെച്ചിട്ടാണ്. ഈ ഹീം പ്രോട്ടീൻ എന്ന് പറയുന്നത് പോർഫൈറിൻസിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. പോർഫൈറിൻ എന്ന് പറഞ്ഞാല് 4 പൈറോൾ യൂണിറ്റ്സ് മിഥൈൻ ബ്രിഡ്ജസ് വെച്ചിട്ട് ലിങ്ക് ചെയ്താൽ നമുക്ക് പോർഫിൻ കിട്ടും. ഈ പോർഫിന്റെ പെരിഫറിയിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് പോർഫൈറിൻസിന്റെ ഡിഫറെന്റ് പോർഫൈറിൻസിന്റെ സ്ട്രക്ചറിലും ഡിഫറൻസ് വരും. അപ്പൊ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള പോർഫൈറിൻ റിംഗ് ആണ്, അല്ലെങ്കിൽ പോർഫൈറിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹീമാണ്. ഇൻ ഹീം ദ ഇന്നർ ഹൈഡ്രോജൻ ആറ്റംസ് ഓഫ് പോർഫിൻ ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ Fe2 plus ion. അതായത് ഹീമില് നമ്മൾ പറഞ്ഞു 4 പൈറോൾ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോർഫിൻ ഉണ്ടാവുന്നത്. ആ പോർഫിനില് ഉള്ള പൈറോളിന്റെ 4 ഹൈഡ്രോജനും കൂടി റീപ്ലേസ് ചെയ്തിട്ടാണ് Fe2 plus ion വന്നിട്ടുള്ളത് ഹീമില്. അതേപോലെ ക്ലോറോഫിലാണെന്നുണ്ടെങ്കിൽ അവിടെ Mg2 plus ആണ് അടങ്ങിയിട്ടുള്ളത്. The heme group always functions in intimate association with a protein molecule. അപ്പൊ ഹീം ഗ്രൂപ്പ് അത് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അത് കറക്റ്റ് ഫംഗ്ഷൻസ് നടത്തുന്നത്. ദി ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് അയൺ ഈസ് പ്രസന്റ് ആസ് ഹീം പ്രോട്ടീൻ. അയൺ ഹീം പ്രോട്ടീൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോം, എൻസൈം സച്ച് ആസ് കാറ്റലേസ് ആൻഡ് പെറോക്സിഡേസ്. നമുക്കതിന്റെ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇതാണ് പോർഫിൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതാണ് പൈറോള്, പോർഫിൻ ഇതാണ്. ഈ പോർഫിൻ ഈ 4 പൈറോൾ ഇങ്ങനെയുള്ള 4 പൈറോൾ യൂണിറ്റ്സ് 1 2 3 4 4 പൈറോൾ യൂണിറ്റ്സ് മെത്തീൻ ബ്രിഡ്ജസിലൂടെ ഈ കാണുന്നതാണ് 4 പൈറോൾ യൂണിറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഈ ബ്രിഡ്ജിനെയാണ് മെത്തീൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 പൈറോൾ യൂണിറ്റ്സിനെ മെത്തീൻ ബ്രിഡ്ജസ് വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് പോർഫിൻസ് കിട്ടും. ഇനി ഈ പോർഫിൻസിന്റെ പെരിഫറി, അതായത് ഇതിന്റെ ചുറ്റും ഇതിന്റെ എന്താ പറയാ എഡ്ജിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ പെരിഫറിയിലൂടെ ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പോർഫൈറിൻസ് നമുക്ക് ലഭിക്കും.
ഇതാണ് ഹീം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹീം പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ 1, 2, 3, 4 4 പൈറോൾ യൂണിറ്റ്സ് മെത്തീൻ ബ്രിഡ്ജസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെന്ററിൽ ഈ പോർഫൈറിൻ റിങ്ങിന്റെ സെന്ററിൽ Fe2+ അയോൺ ആണ് ബോണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പൈറോൾ യൂണിറ്റ്സിന്റെ ഇന്നർ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് Fe2+ വന്നിട്ടുള്ളത്. അതാണ് നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഹീം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ പൈറോൾ യൂണിറ്റ്സിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നത് Fe2+ ആണ്. പിന്നെ അതേപോലുള്ള വേറൊരു പോർഫൈറിൻ സിസ്റ്റം ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഈ ക്ലോറോഫിൽ എന്താണ് 4 പൈറോൾ യൂണിറ്റ്സിന്റെ മെത്തീൻ ബ്രിഡ്ജസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പൈറോൾ യൂണിറ്റ്സിന്റെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു Mg2+ ആണ്. ദെൻ ഇതിലെന്താണ് പെരിഫറിയിലുള്ള ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ സ്ട്രക്ചറിലുള്ള അല്ലെങ്കിൽ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ് ഈ രണ്ട് ഹീം ഗ്രൂപ്പിനെ വ്യത്യാസപ്പെടുത്തുന്നത്. ഇതാണ് ഒരു ഹീം ഗ്രൂപ്പ്, ഇതാണ് ഒരു ക്ലോറോഫിൽ എന്ന് പറയുന്നത്. The hemoglobin has a molecular weight of 64,500 and consists of 4 subunits each containing one heme group. അപ്പൊ ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റുകൾ സബ് ആ ഓരോ സബ് യൂണിറ്റിലും ഓരോ ഹീം ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഹീം ഗ്രൂപ്പിൽ നടുവില്, അതായത് ഇതിന്റെ പോർഫൈറിൻ സിസ്റ്റത്തിന്റെ സെന്ററിൽ ഒരു Fe2+ അയോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹീമോഗ്ലോബിനിലെ 4 ഹീം ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഹീം ഗ്രൂപ്പിലും ഓരോ Fe2+ അയോൺസ് ഉണ്ടായിരിക്കും. ദർഫോർ ഹീമോഗ്ലോബിനിൽ 4 Fe2+ അയോൺസ് ഉണ്ടായിരിക്കും. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ 4 Fe2+ അയോൺസ് ഉണ്ടായിരിക്കും. അതിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 64,500 ആണ്. Then myoglobin is very similar to one of the subunits of hemoglobin. ഹീമോഗ്ലോബിനിൽ നമ്മൾ പറഞ്ഞു 4 സബ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഹീമോഗ്ലോബിനിലെ 4 സബ് യൂണിറ്റ്സിൽ ഒരു സബ് യൂണിറ്റിന്റെ സ്ട്രക്ചറുമായിട്ട് വെരി സിമിലർ ആണ് മയോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മയോഗ്ലോബിനിൽ ഇപ്പൊ ഒറ്റ സബ് യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മയോഗ്ലോബിൻ മോളിക്യൂളിൽ ആകെ ഒരൊറ്റ Fe2+ അയോണെ അടങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ. അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 17,000 ആണ്. ആൻഡ് ഇത് രണ്ടും ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആളുകളാണ് മയോഗ്ലോബിനും ഹീമോഗ്ലോബിനും. ഹീമോഗ്ലോബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മയോഗ്ലോബിനിൽ ഓക്സിജനുമായിട്ട് അയൺ കൂടുതൽ സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ മോർ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും മയോഗ്ലോബിനിൽ. ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ആയിട്ടുള്ള ബൈൻഡിങ് എന്ന് പറയുന്നത് മയോഗ്ലോബിനിൽ അത്ര തന്നെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടത്തുന്നതെന്നാണ് പറയുന്നത്. It binds oxygen molecules to its iron atoms and transport them from the lungs to the muscles where they are delivered to myoglobin molecules. These store oxygen until it is required for metabolic actions. നമ്മുടെ ഹീമോഗ്ലോബിനിൽ അയൺ ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ Fe2+ അയോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ Fe2+ അയോൺസ് ലങ്സിന്റെ ഉള്ളില് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ലങ്സിന്റെ ഉള്ളിലായിരിക്കും കൂടുതൽ ഓക്സിജൻ ഉണ്ടായിരിക്കുക. അപ്പൊ ലങ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ ഹീം ഗ്രൂപ്പിലുള്ള Fe2+ അയോൺസ് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലൂടെ ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിലുള്ള മസിൽ ടിഷ്യൂസിൽ അല്ലെങ്കിൽ മറ്റുള്ള സെല്ലുകളിൽ എത്തും. ഈ സെല്ലിലുള്ള അല്ലെങ്കിൽ മസിൽ ടിഷ്യൂസിലുള്ള മയോഗ്ലോബിനിലേക്ക് ഈ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഓക്സിജൻ മോളിക്യൂളിനെ മയോഗ്ലോബിനിലേക്ക്, ഹീമോഗ്ലോബിനിൽ നിന്നും മയോഗ്ലോബിനിലേക്ക് ഡെലിവർ ചെയ്യും. ദെൻ ദീസ് സ്റ്റോർ ഓക്സിജൻ അണ്ടിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ മെറ്റബോളിക് ആക്ഷൻ. അപ്പൊ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് മെറ്റബോളിക് ആക്ഷന് വേണ്ടിയിട്ട് ആവശ്യമാവുന്നത് വരെ ഈ ഹീമോഗ്ലോബിൻ തന്നിട്ടുള്ള ഓക്സിജൻ മോളിക്യൂളിനെ അതത് സ്റ്റോർ ചെയ്ത് വെക്കും. മയോഗ്ലോബിൻ സ്റ്റോർ ചെയ്യാം. ഓക്സിജൻ സ്റ്റോറേജിനെയാണ് മയോഗ്ലോബിൻ എൻഹാൻസ് ചെയ്യുന്നത്. പക്ഷേ ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെയാണ് ഹീമോഗ്ലോബിൻ നടത്തുന്നത്. അപ്പൊ ലങ്സിൽ നിന്നും ഓക്സിജനെ ക്യാരി ചെയ്തിട്ട് മസിൽ ടിഷ്യൂസിലുള്ള മയോഗ്ലോബിനിലേക്ക് ഹീമോഗ്ലോബിൻ കൊടുക്കും. ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഹീമോഗ്ലോബിൻ ലങ്സിൽ നിന്നും ഓക്സിജനെ ക്യാരി ചെയ്യും. എന്നിട്ട് മസിൽസിൽ എത്തിയതിനു ശേഷം മസിൽസിലുള്ള മയോഗ്ലോബിനിലേക്ക് ആ ഓക്സിജനെ കൊടുക്കും. അപ്പോൾ മയോഗ്ലോബിൻ ആ ഓക്സിജനെ സ്റ്റോർ ചെയ്യും. Then the hemoglobin then uses certain amino groups to bind carbon dioxide and carry it back to the lungs. Then ആ സെല്ലിൽ നിന്നും സെല്ലുലാർ റെസ്പിറേഷനിലൂടെ ഉണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ സെല്ലിൽ നിന്നും ഹീമോഗ്ലോബിൻ ചില അമിനോ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് അത് തിരിച്ച് ലങ്സിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും. അപ്പൊ ലങ്സിൽ നമ്മൾ എക്സ്ഹൈൽ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് പോകും, പുറത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്.
Then structure of hemoglobin. In both hemoglobin and myoglobin, the heme group is attached to the protein through histidine nitrogen atom. ഹീമോഗ്ലോബിനിലാവട്ടെ മയോഗ്ലോബിനിലാവട്ടെ നമ്മൾ നേരത്തെ കണ്ട ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റഡിൻ പ്രോട്ടീനുമായിട്ട് എന്താണ് ബൈൻഡ് ചെയ്ത് കിടക്കുന്നത്. ഹിസ്റ്റഡിൻ പ്രോട്ടീനുമായിട്ട് എന്താണ് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഹിസ്റ്റഡീനിൽ ഒരു നൈട്രജൻ ഉണ്ടായിരിക്കും. ആ നൈട്രജനുമായിട്ടാണ് ഹീം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. The heme group contains Fe2+ with a coordination number 6 at the center of porphyrin ring. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ കണ്ട പോർഫൈറിൻ റിങ്ങിന്റെ സെന്ററിലായിരിക്കും നമ്മുടെ Fe2+ അയോണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ Fe2+ന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതായത് Fe2+ന് 6 ആറ്റംസുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞാൽ 6 ആളുകളായിട്ട് അല്ലെങ്കിൽ 6 ആറ്റംസുമായിട്ട് അതിന് ബൈൻഡിങ്ങിൽ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പറ്റും. The 4 nitrogen atoms of the ring and the iron are coplanar. അതായത് ഹീം ഗ്രൂപ്പിൽ 4 പൈറോൾ യൂണിറ്റുകൾ ഉണ്ട്. ഈ പൈറോൾ യൂണിറ്റിൽ എന്താണ് നൈട്രജനുമായിട്ടാണ് അയൺ ബൈൻഡ് ചെയ്ത് കിടക്കുന്നത്. ഈ പൈറോൾ യൂണിറ്റിലെ നൈട്രജനായിട്ടാണ് അയൺ ബൈൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ഹീം ഗ്രൂപ്പിലെ 4 നൈട്രജൻസും അയൺ എന്ന് പറയുന്നത് കോപ്ലൈനാർ ആയിരിക്കും. കോപ്ലൈനാർ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലായിരിക്കും. ആൻഡ് the 5th position on the iron is occupied by a nitrogen of histidine side chain. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റഡിൻ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അയണ് എന്താണ് ഹീം ഗ്രൂപ്പിലെ 4 നൈട്രോജൻസ് ആയിട്ട് കോപ്ലൈനാർ ആയിട്ടുണ്ട്. ദെൻ 5ാമത്തെ അത് കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 5ാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഹിസ്റ്റഡീനിലെ നൈട്രോജനുമായിട്ടായിരിക്കും. ദെൻ 6ാമത്തത് ഒന്നെങ്കിൽ എന്താണ് ഓക്സിജൻ. അയണിന്റെ 6ാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒന്നെങ്കിൽ ഓക്സിജൻ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ആയിരിക്കും, അല്ലെങ്കിൽ സം അതർ ഗ്രൂപ്പുകളായിരിക്കും. The position trans to the histidine nitrogen is occupied by a water molecule in the deoxyhemoglobin or by an oxygen molecule in the oxygenated hemoglobin. ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ 6ാമത്തെ പൊസിഷൻ അയണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള 6ാമത്തെ പൊസിഷനിൽ ഒരു ഓക്സിജൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്സിജനേറ്റഡ് ആകുമ്പോൾ 6ാമത്തെ പൊസിഷന് അയൺ ബൈൻഡ് ചെയ്തിട്ടുള്ളത് ഓക്സിജനോടായിരിക്കും. അല്ല ഇനി ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ 6ാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റഡിൻ നൈട്രജന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രാൻസ് ആയിട്ട് വരുന്ന സൈറ്റ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ ആയിട്ടായിരിക്കും ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത് നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇതാണ് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് മൊത്തം. അപ്പോ ABCD എന്ന് പറയുന്നത് 4 പൈറോൾ യൂണിറ്റുകളാണ്. ഈ മൊത്തം ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഹീം ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ ഈ ഹീം ഗ്രൂപ്പിലുള്ള 4 നൈട്രോജനും ഈ അയൺ Fe2 എന്ന് പറയുന്ന Fe2+ എന്ന് പറയുന്ന അയോണും എന്താണ് കോപ്ലൈനാർ ആയിരിക്കും. അതായത് ഈ 4 നൈട്രോജൻസും ഈ അയണും എന്താണ് സെയിം പ്ലെയിനിലായിരിക്കും. ദെൻ ഇതിന്റെ 5ാമത്തെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ 5ാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഹിസ്റ്റഡിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഹിസ്റ്റഡിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹിസ്റ്റഡിൻ പ്രോട്ടീനിലെ നൈട്രോജനോടായിരിക്കും 5ാമത്തെ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഹിസ്റ്റഡിൻ ഗ്രൂപ്പിന് ട്രാൻസ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ഒന്നെങ്കിൽ ഓക്സിജൻ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ആയിരിക്കും, അല്ലെങ്കിൽ സം അതർ മോളിക്യൂൾസ് ആയിരിക്കും. ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ ഈ 6ാമത്തെ അല്ലെങ്കിൽ ഹിസ്റ്റഡിൻ ഗ്രൂപ്പിന് ട്രാൻസ് ആയിട്ട് വരുന്ന പൊസിഷൻ ഈസ് ഒക്യുപ്പൈഡ് ബൈ ഓക്സിജൻ ആയിരിക്കും ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനില്. ഇനി അതല്ല ഡിയോക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനിലാണെന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്റഡിൻ ഗ്രൂപ്പിന്റെ ട്രാൻസ് പൊസിഷനിൽ ഒരു വാട്ടർ മോളിക്യൂൾ ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇതാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ഈ ഓക്സി ഹീമോഗ്ലോബിനിൽ എന്താണ് ഈ ഹിസ്റ്റഡിൻ ഗ്രൂപ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് ഓക്സിജൻ ആണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് ഡിയോക്സി ഹീമോഗ്ലോബിൻ, അതായത് ഓക്സിജനെ വിട്ടുകൊടുത്തിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ എന്തായാലും ഒരു വാട്ടർ മോളിക്യൂൾ ആയിരിക്കും ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അടുത്തത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹീമോഗ്ലോബിനെ എങ്ങനെയാണ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് പറയാനുള്ളത്. In the lungs, the pressure of oxygen is very high. So, hemoglobin combines loosely and reversibly with oxygen forming oxyhemoglobin. അതായത് നമ്മുടെ ലങ്സിൽ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് എന്താണ് ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ഓക്സിജൻ പ്രഷറും എന്താണ് കൂടുതലായിരിക്കും ലങ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുക. സോ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ എന്താണ് ഓക്സിജൻ ആയിട്ട്
കമ്പൈൻ ചെയ്യും അല്ലെങ്കിൽ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യും. ലങ്സിന്റെ ഉള്ളിൽ ഓക്സിജന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. സോ ഹീമോഗ്ലോബിൻ കമ്പൈൻ ലൂസ്ലി ആൻഡ് ഇറിവേഴ്സിബിളി വിത്ത് ഓക്സിജൻ ഫോമിംഗ് ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അത് ബൈൻഡ് ചെയ്യുന്നത് ലൂസ് ആയിട്ടായിരിക്കും ആൻഡ് റിവേഴ്സിബിളി ആയിരിക്കും. കാരണം എന്താണ്, അതിന് പെട്ടെന്ന് ഈ ഹീമോഗ്ലോബിൻ എന്താണ് സെല്ലുകളിൽ പോയിട്ട് അതിന് എന്താണ് ഓക്സിജനെ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ബൈൻഡ് ചെയ്താല് ഓക്സിജൻ റിലീസിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ലൂസ് ആയിട്ടാണ് എന്ത് ഹീമോഗ്ലോബിനും ഓക്സിജനും കമ്പൈൻ ചെയ്യുക. അങ്ങനെ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് ഓക്സി ഹീമോഗ്ലോബിൻ കിട്ടും. The arteries carry blood to the body parts or muscles where oxygen pressure is very low. അപ്പൊ എന്താണ്, നമ്മളെ ആർട്ടറിയിലൂടെ ഈ ബ്ലഡ് ഹീമോഗ്ലോബിനും ഓക്സിജനും ആയിട്ട് അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള ഈ ബ്ലഡ് എന്താണ് നമ്മുടെ ബോഡി പാർട്സിലെത്തും, അല്ലെങ്കിൽ ബോഡി പാർട്സിലുള്ള ഡിഫറെന്റ് മസിൽ സെൽസിലേക്ക് എത്തും. ഈ മസിൽ സെൽസിൽ അല്ലെങ്കിൽ ബോഡി പാർട്സിൽ എന്താണ് ഇവിടെ ഓക്സിജന്റെ പ്രഷർ എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. കാരണം ലങ്സിനാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. നമ്മുടെ സെല്ലുകളിൽ എന്താണ് ഓക്സിജന്റെ ലഭ്യത കുറവായിരിക്കും. അത് ആ സെല്ലുകൾക്ക് എന്താണ് അതിന്റെ ഫങ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ അവിടെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ഹെൻസ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ആൻഡ് ഓക്സിജൻ ബിക്കം ഫ്രീ. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓക്സിജന്റെ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ എന്താണ് പെട്ടെന്ന് ഓക്സിജനെ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ ഹെൻസ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും. ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജനെ ഫ്രീ ആക്കിയിട്ട് മാറ്റും. ഈ ഫ്രീ ആകുന്ന ഓക്സിജൻ എന്താണ് സ്റ്റോർഡ് ഇൻ മയോഗ്ലോബിൻ മോളിക്യൂൾ. മസിൽ സെൽസിലുള്ള മയോഗ്ലോബിൻ മോളിക്യൂളിൽ ഈ ഓക്സിജൻ എന്താണ് സ്റ്റോർ ആവും. ദാറ്റ് ഈസ് HB. അതായത് ഹൈ ഓക്സിജൻ പ്രഷറിൽ ഇപ്പൊ ലങ്സിന്റെ ഉള്ളിലേക്ക് എന്താണ് ഓക്സിജൻ പ്രഷർ വളരെ കൂടുതലാണ്. അങ്ങനെ ഹൈ ഓക്സിജൻ പ്രഷറിൽ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് HbO2 ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അതെന്താണ് ആർട്ടറി വഴി നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ എത്തിക്കഴിഞ്ഞാൽ ബോഡി പാർട്സിൽ എന്താണ് ഓക്സിജന്റെ പ്രഷർ എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. അങ്ങനെ ഓക്സിജൻ പ്രഷർ ലോ ആയാൽ ഈ ഓക്സി ഹീമോഗ്ലോബിൻ HbO2 എന്ന് പറയുന്ന ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് Hb പ്ലസ് ഓക്സിജൻ, അതായത് ഓക്സിജനെ ഫ്രീ ആക്കി മാറ്റി. ഈ ഓക്സിജൻ ആണ് ബോഡി പാർട്സിൽ അല്ലെങ്കിൽ മസിൽസിലുള്ള മയോഗ്ലോബിനിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. Then the need for oxygen will be the greatest in tissues that have already consumed oxygen and simultaneously have produced carbon dioxide. അതായത് ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ മസിൽ സെൽസിൽ അല്ലെങ്കിൽ ബോഡിയിലുള്ള ടിഷ്യൂസിലൊക്കെ എന്താണ് ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം സെല്ലുലാർ റെസ്പിറേഷൻ ഒക്കെ വേണ്ടിയിട്ട് എന്താണ് ഓക്സിജൻ ഭയങ്കര ആവശ്യകത കൂടുതലാണ്. ഓക്സിജന്റെ ആവശ്യകത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്താണ് അതിൽ ഓൾറെഡി ഉള്ള ഓക്സിജൻ ഒക്കെ അത് കൺസ്യൂം ചെയ്തതിന്റെ ശേഷം സെല്ലുലാർ റെസ്പിറേഷൻ വഴി ഈ സെല്ലുകളിലൊക്കെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then the carbon dioxide lowers the pH, thus causing hemoglobin to release even more oxygen to myoglobin. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എന്താണ് സെല്ലുകളിൽ കൂടുതലായിരിക്കും. എന്താണ് ഓക്സിജൻ ഒക്കെ കൺസ്യൂം ചെയ്തിട്ട് നമ്മുടെ സെല്ലുകൾ ഓക്സിജൻ ഒക്കെ കൺസ്യൂം ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ സെല്ലുകളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. കാരണം എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കാർബോണിക് ആസിഡ് ഒക്കെ കിട്ടുക ചെയ്യാം. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ therefore the carbon dioxide lowers the pH. അത് ബീങ് അസിഡിക് ആയതുകൊണ്ട് തന്നെ അത് സെല്ലിന്റെ ഉള്ളിലുള്ള pH-നെ കുറക്കും. pH കുറക്കുമ്പോൾ എന്താണ് ഇറ്റ് കോസ് ഹീമോഗ്ലോബിൻ ടു റിലീസ് ഈവൻ മോർ ഓക്സിജൻ ടു മയോഗ്ലോബിൻ. അങ്ങനെ ആ pH കുറയുന്നതിന്റെ ഫലമായിട്ട് ഹീമോഗ്ലോബിൻ എന്താണ് കൂടുതൽ ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. അതെന്താണ് മയോഗ്ലോബിൻ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് എന്ത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ബോഡി പാർട്സിൽ എത്തിയിട്ട് വർക്ക് ചെയ്യുന്നത്. When oxygen is removed from hemoglobin in the muscles, it is replaced by a water molecule. നമ്മൾ പറഞ്ഞതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ സെല്ലിന്റെ ഉള്ളിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ pH കുറഞ്ഞിട്ട് കൂടുതൽ ഓക്സിജൻ എന്താണ് ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ റിലീസിങ് കഴിഞ്ഞാൽ അയണിന്റെ ഒരു സൈറ്റ് എന്തായിരിക്കും വേക്കന്റ് ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലെ. 6ാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സി ഹീമോഗ്ലോബിനിൽ ഒരു ഓക്സിജൻ ആയിട്ടാണ് മൈൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ മസിൽസിൽ എത്തിയതിനു ശേഷം ഓക്സിജനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് വേക്കന്റ് ആയിരിക്കും. അങ്ങനെ ആ വേക്കന്റ് ആയിട്ടുള്ള സൈറ്റിൽ നമ്മുടെ മസിൽസിൽ എന്താണ് ഒരു വാട്ടർ മോളിക്യൂള് ആ ഒരു സൈറ്റിൽ വന്നിട്ട് ഓക്സിജനെ റീപ്ലേസ് ചെയ്തിട്ട് നിൽക്കും. അതായത് ഓക്സിജൻ മാറിയിട്ട് അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ വരും.
ദ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഡിഫ്യൂസസ് ഫ്രം ദ ബ്ലഡ് പ്ലാസ്മ ടു ഹീമോഗ്ലോബിൻ. അപ്പൊ എന്താണ് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഹീമോഗ്ലോബിനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്താണ് വാട്ടർ മോളിക്യൂൾ വെച്ചിട്ട്, അതായത് ഹീമോഗ്ലോബിനിൽ വാട്ടർ മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഹീമോഗ്ലോബിനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും. ദെൻ ഈ വേർ ഇറ്റ് കമ്പൈൻസ് വിത്ത് വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസിങ് ബൈകാർബണേറ്റ് HCO3 മൈനസ് ആൻഡ് H പ്ലസ്. അപ്പൊ എന്താണ് ആ ഹീമോഗ്ലോബിനിൽ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുള്ള വാട്ടർ മോളിക്യൂൾ ആയിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്തിട്ട് ബൈകാർബണേറ്റും H പ്ലസും ഫോം ചെയ്യും. ദീസ് H പ്ലസ് അയോൺസ് ഫോം ഹീമോഗ്ലോബിനിക് ആസിഡ് വിത്ത് ഹീമോഗ്ലോബിൻ. അവിടെ ഉണ്ടായിട്ടുള്ള H പ്ലസ് എന്താണ് ഈ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹീമോഗ്ലോബിനിക് ആസിഡ് ഫോം ചെയ്യും. ഈ റിയാക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആണ്. അതായത് ഹീമോഗ്ലോബിൻ ഓക്സിജൻ റിലീസ് ചെയ്തതിന്റെ ശേഷം അവിടെ എന്താണ് ആ ഒരു സൈറ്റില് 6ാമത്തെ സൈറ്റിൽ ഒരു വാട്ടർ മോളിക്യൂള് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ HbH2 ആയിട്ട് മാറും. അതായത് ഓക്സിജൻ മാറിയ പൊസിഷനിൽ H2O കയറി വന്നു. ദെൻ ഈ HbH2യിലേക്ക് ബ്ലഡ് പ്ലാസ്മയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യും. അതിലുള്ള വാട്ടർ മോളിക്യൂളിനായിട്ടാണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ H പ്ലസും HCO3 മൈനസും ഫോം ചെയ്യും. അതായത് ബൈകാർബണേറ്റും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഈ വാട്ടറിലുള്ള ഒരു H പ്ലസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് HCO3 മൈനസും ദെൻ H പ്ലസ് Hb അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിക് ആസിഡും ഫോം ചെയ്യും. ദി ബൈകാർബണേറ്റ് അയോൺ ഡിഫ്യൂസസ് ടു ദി ബ്ലഡ് പ്ലാസ്മ ഫ്രം ദി ഹീമോഗ്ലോബിൻ. അപ്പൊ എന്താണ് ഈ ബൈകാർബണേറ്റ് ഉണ്ടായിട്ടുള്ള HCO3 മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബൈകാർബണേറ്റ് അയോണ് ഹീമോഗ്ലോബിനിൽ നിന്നും ഡിഫ്യൂസ് ചെയ്തിട്ട് ഹീമോഗ്ലോബിനിൽ നിന്നും എന്താണ് ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകും. ദ ബ്ലഡ് റിട്ടേൺസ് ടു ദ ഹാർട്ട് ത്രൂ വെയിൻസ്. എന്താണ് ആ ബൈകാർബണേറ്റ് വഹിച്ചിട്ട് ഈ ബ്ലഡ് എന്താണ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തും. ഹാർട്ടിൽ നിന്ന് അതെന്താണ് ലങ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ബയോളജി പഠിച്ചാൽ നമുക്ക് ഒന്നുകൂടി കൂടുതൽ മനസ്സിലാവും നമ്മളെ ഹാർട്ടിന്റെ ഒക്കെ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. സെല്ലിൽ നിന്നും ആദ്യം എന്താണ് അത് ഹാർട്ടിലെത്തും. അതായത് ബൈകാർബണേറ്റിനെയും കൊണ്ട് ഈ ബ്ലഡ് എന്താണ് ഹാർട്ടിലെത്തും. ഹാർട്ടിൽ നിന്നും എന്താ ലങ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ ദ ഹോൾ ഇവന്റ്സ് ഗെറ്റ് റിവേഴ്സ്ഡ്. ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടാണ് ഹാപ്പൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ലങ്സിൽ എത്തിയ ബ്ലഡിൽ എന്താണ് ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ട്. ദ ബൈകാർബണേറ്റ് അയോൺസ് ആർ കൺവേർട്ടഡ് ബാക്ക് ടു ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പൊ എന്താണ് ഈ ബൈകാർബണേറ്റ് അയോൺ ലങ്സിൽ എത്തിക്കഴിഞ്ഞാല് എന്താണ് അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സേർട്ടഡ് ഇൻ ടു ദ എയർ ഇൻ ദ ലങ്സ് ആൻഡ് എക്സ്ഹെയിൽഡ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്താണ് ശ്വസിക്കുന്ന സമയത്ത് ലങ്സിൽ നിന്ന് എന്താണ് പുറത്തേക്ക് പോവും. ദാറ്റ് ഈസ് HCO3 മൈനസ്. അതായത് നമ്മളെ ഹീമോഗ്ലോബിൻ നിന്നും ഡിഫ്യൂസ് ചെയ്തിട്ട് ബ്ലഡ് പ്ലാസ്മയിലേക്ക് എത്തിയ ഈ ബൈകാർബണേറ്റ് അയോൺ എന്താണ് ഹാർട്ടിലേക്ക് എത്തും. ഹാർട്ടിൽ നിന്നും ലങ്സിലേക്ക് എത്തും. ആ ലങ്സിൽ നിന്നും HCO3 മൈനസ് പ്ലസ് H പ്ലസ് അതായത് H പ്ലസ് H2O gives Hb plus H2O plus CO2. അങ്ങനെ എന്താണ് ഇവിടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ഹേലേഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പൊ ഇത്രയാണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓക്സിജൻ മെക്കാനിസം ഓഫ് ഓക്സിജൻ ബൈൻഡിങ് ആണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.